ലോ നമ്പർ 24 ഫീൽഡറുടെ ആബ്സെൻസും സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുന്ന കേസൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അമ്പയർ ഷാൽ അലൗ എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫീൽഡർ ഇഫ് ദേ ആർ സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ ഫീൽഡർ ഹാസ് ബീൻ ഇഞ്ചേർഡ് ഓർ ബിക്കം ഇൽ ആൻഡ് ദാറ്റ് ദിസ് ഹാസ് ഒക്കേർഡ് ഡ്യൂറിങ് ദ മാച്ച്. അതായത് കളിയുടെ ഇടയിലാണ് ഒരു ഫീൽഡർക്ക് ഇഞ്ചുറിയോ അല്ലെങ്കിൽ പുള്ളിക്ക് വയ്യാണ്ടായി എന്ന് അമ്പയർക്ക് ബോധ്യമുണ്ടെങ്കിൽ അലൗ ചെയ്യാം. ഫോർ എനി അതർ വേൾഡ് അക്സെപ്റ്റബിൾ റീസൺ, അതായത് എല്ലാവർക്കും ഓക്കെ എന്ന് തോന്നുന്നൊരു ഒരു കോമൺ സെൻസ് തോന്നുന്ന ഒരു റീസൺ ആക്സെപ്റ്റബിൾ ആണ്. ഇൻ ഓൾ അതർ സർക്കംസ്റ്റാൻസസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഈസ് നോട്ട് അലൗഡ്. അല്ലാത്ത പക്ഷം സബ്സ്റ്റിറ്റ്യൂട്ടിനെ സമ്മതിക്കുന്നതല്ല എന്ത് കാരണവശാലും. സബ്സ്റ്റിറ്റ്യൂട്ട് ഷാൽ നോട്ട് ബോൾ ഓർ ആക്ട് ആസ് ക്യാപ്റ്റൻ ബട്ട് മേ ആക്ട് ആസ് വിക്കറ്റ് കീപ്പർ ഓൺലി വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദ അമ്പയർ. അമ്പയറുടെ സമ്മതപ്രകാരം ബാറ്റ് ചെയ്യാനും ബോൾ ചെയ്യാനും പറ്റില്ല, ക്യാപ്റ്റനായിട്ടും ആക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ കീപ്പറാവും അമ്പയറിൻ്റെ കൺസെൻറ്റ് ചോദിച്ചു. പിന്നെ നോട്ട് ഹവർ ലോ 42.2 അഡീഷണൽ പോയിൻറ്റ്സ് റിലേറ്റിംഗ് ടു ലെവൽ 3 ആൻഡ് ഫോർ ഒഫൻസ്. അത് ഒഫൻസുകളെ പറ്റിയൊക്കെ പറയുന്ന 42-ലെത്തുമ്പോൾ നമുക്ക് നോക്കാം. അത് വെച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എ നോമിനേറ്റഡ് പ്ലെയർ മേ ബോൾ ഓർ ഫീൽഡ് ഈവൻ ദോ എ സബ്സ്റ്റിറ്റ്യൂട്ട് ഹാസ് പ്രീവിയസ്ലി ആക്ടഡ് ഫോർ ഹിം ഹെർ. അതായത് ഈ നോമിനേറ്റഡ് പ്ലെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോസിന് മുമ്പ് ലിസ്റ്റ് കൊടുക്കില്ലേ, അപ്പോൾ അതിൻ്റെ അകത്തുള്ള നോമിനേറ്റഡ് പ്ലെയർ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണല്ലോ സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ടുതന്നെ. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂട്ടിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇയാൾക്ക് പകരം ഫീൽഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അയാൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ നോമിനേറ്റഡ് പ്ലെയർക്ക് ബോൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഫീൽഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ സബ്ജക്റ്റ് ടു ഇനി പറയാൻ പോകുന്ന ലോസും പിന്നെ ഒഫൻസിൻ്റെ കേസുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒഴിച്ചാൽ ഇയാൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഫീൽഡ് ചെയ്യണതിനും ബോൾ ചെയ്യണതിനും. ഫീൽഡർ ആബ്സെൻ്റ് ഓർ ലീവിങ് ദ ഫീൽഡ് ഓഫ് പ്ലേ. അപ്പോൾ എ പ്ലെയർ ഗോയിങ് ബ്രീഫ്ലി ഔട്ട്സൈഡ് ദ ബൗണ്ടറി വൈൽ ക്യാരിങ് ഔട്ട് എനി ഡ്യൂട്ടീസ് ആസ് എ ഫീൽഡർ ഈസ് നോട്ട് ആബ്സെൻറ്റ് ഫ്രം ദ ഫീൽഡ് ഓഫ് പ്ലേ നോർ ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ലോ ഈസ് ഷീ ടു ബി റിഗാർഡ് ആസ് ഹാവിങ് ലെഫ്റ്റ് ദ ഫീൽഡ് ഓഫ് പ്ലേ. അതായത് ബൗണ്ടറി അടിച്ചു, അപ്പോൾ ബോൾ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി, അങ്ങനെയുള്ള കേസൊക്കെ ഇതായിട്ട് ഫീൽഡിൽ നിന്നുള്ള ആബ്സെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഫീൽഡ് എന്ന് പറഞ്ഞാൽ ബൗണ്ടറിയുടെ അകത്ത് വരുന്നതാണല്ലോ. അതിൻ്റെ പുറത്ത് ഇങ്ങനെയുള്ള ഡ്യൂട്ടിയുടെ ഇടയിൽ ഡ്യൂട്ടിയുടെ കാരണത്താൽ പോകുമ്പോഴത്തേക്കും അത് ആബ്സെൻസ് ആയിട്ട് കരുതില്ല. ഇഫ് എ ഫീൽഡർ ഫെയിൽസ് ടു ടേക്ക് ദ ഫീൽഡ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ പ്ലേ ഓർ അറ്റ് എനി ടൈം ലേറ്റർ ഓർ ലീവ്സ് ദ ഫീൽഡ് ഡ്യൂറിങ് ദ പ്ലേ. കളി നടക്കുന്നതിനിടയ്ക്ക് ഇയാൾ ഫീൽഡിൻ്റെ അകത്ത് വരാൻ പറ്റാതെ ആവുമോ അല്ലെങ്കിൽ കളി നടക്കുന്നതിനിടയിൽ ഫീൽഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പയറിന് കൃത്യമായി കാരണം ബോധിപ്പിച്ചിരിക്കണം എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത്. ഇഫ് ഹി ഷാൽ നോട്ട് ദെയർ ആഫ്റ്റർ കം ഓൺ ടു ദ ഫീൽഡ് ഓഫ് പ്ലേ ഡ്യൂറിങ് എ സെഷൻ ഓഫ് ദ പ്ലേ വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദ അമ്പയർ. പിന്നെ അമ്പയറിനോട് പറയാതെ ചുമ്മാ കയറി അങ്ങോട്ട് വരരുത്, സത്രം പോലെ കയറി ഇറങ്ങുക, ആ പരിപാടി നടക്കില്ല. അമ്പയർ ഷാൽ ഗീവ് സച്ച് കൺസെൻറ്റ് ആസ് സൂൺ ആസ് ഇറ്റ് ഈസ് പ്രാക്ടിക്കബിൾ. അമ്പയർ ഓക്കെ പറയാൻ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഓക്കെ പറയും, പക്ഷേ അത് നമ്മൾ പറഞ്ഞിട്ട് വേണം പുറത്തിറങ്ങാൻ, പറഞ്ഞിട്ട് വേണം തിരിച്ച് കയറാൻ. ആ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഷീ ഷാൽ നോട്ട് പെർമിറ്റ് ടു ബോൾ അണ്ടിൽ ഹാവിങ് ബീൻ ബാക്ക് ഓൺ ദ ഫീൽഡ് ഓഫ് പ്ലേ ഫോർ എ പീരീഡ് ഓഫ് ടൈം നോൺ ആസ് പെനാൽറ്റി ടൈം. അപ്പോൾ ഇനി പെനാൽറ്റി ടൈം എന്ന് പറഞ്ഞ കേസുണ്ട്. ഇയാൾ പോയിട്ട് തിരിച്ചുകൊണ്ടേ വന്ന് ബോൾ ചെയ്യാനൊന്നും പറ്റില്ല. അയാൾ എത്ര നേരം പോയി അതനുസരിച്ചൊരു സർട്ടൈൻ എമൗണ്ട് ഓഫ് ടൈം കഴിഞ്ഞതിന് ശേഷമേ ചെയ്യാൻ പറ്റുള്ളൂ. എ പ്ലേയേഴ്സ് അൺസേർഡ് പെനാൽറ്റി ടൈം ഷാൽ ബി ലിമിറ്റഡ് ടു എ മാക്സിമം ഓഫ് 90 minutes. അപ്പോൾ ഇയാൾ ചിലപ്പോൾ 2 മണിക്കൂർ പോയാലും അയാൾക്ക് 2 മണിക്കൂർ ശേഷം ബോൾ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയില്ല. ഒരു 90 മിനിറ്റൊക്കെ ആയിരിക്കും മാക്സിമം പെനാൽറ്റി ടൈം വരാൻ പോകും. 1.5 മണിക്കൂർ. 2 മണിക്കൂർ പോയാലും അയാൾക്ക് 1.5 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു ദിവസം മിസ്സായാലും പിറ്റേ ദിവസം വരുമ്പോഴത്തേക്കും ഒരു 90 മിനിറ്റിന് ശേഷം ചെയ്യുക, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇഫ് ദ പ്ലെയർ ലീവ്സ് ദ ഫീൽഡ് ഓഫ് പ്ലേ ബിഫോർ ഹാവിങ് സെർവ്ഡ് ഓൾ ഹിസ് പെനാൽറ്റി ടൈം ദ ബാലൻസ് ഈസ് ക്യാരി ഫോർവേഡ് ആസ് അൺസേർവ്ഡ് പെനാൽറ്റി ടൈം. ഇപ്പോൾ ഇയാൾ സപ്പോസ് ആ ഒരു മാച്ചിൽ ഫസ്റ്റ് ഇന്നിങ്സിൽ അയാൾ ഫീൽഡ് ചെയ്തപ്പോഴത്തേക്കും 2 മണിക്കൂർ അയാൾ പുറത്തു പോയി, പിന്നെ അയാൾ തിരിച്ചു വരുമ്പോൾ ശരിക്കും അയാൾക്ക് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബോൾ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കളി തീർന്നു, അല്ലെങ്കിൽ ആ ഇന്നിങ്സ് തീർന്നു. ഇനി അടുത്ത ഇന്നിങ്സിൽ അയാൾ ബോൾ ചെയ്യണമെങ്കിൽ ഇതുവരെ ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് അൺസേർഡ് പെനാൽറ്റി ടൈം. ബാലൻസ് സെർവ് ചെയ്തതിന് ശേഷമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. പ്ലെയർ ഷാൽ നോട്ട് ബോൾ അൺടിൽ ഓൾ ഹിസ് പെനാൽറ്റി ടൈം ഹാസ് ബീൻ സെർവ്ഡ്. അയാളുടെ പെനാൽറ്റി ടൈം തീർന്നതിന് ശേഷം മാത്രമേ അയാൾക്ക് സെർവ് ചെയ്യാൻ അടുത്ത ബോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓൺ എനി ഒക്കേഷൻ ഓഫ് ആബ്സെൻസ് ദ എമൗണ്ട് ഓഫ് പ്ലേയിങ് ടൈം ഫോർ വിച്ച് ദ പ്ലെയർ ഈസ് ഓഫ് ദ ഫീൽഡ് ഹാസ് ടു ബി ആഡഡ് ടു എനി പെനാൽറ്റി ടൈം ദാറ്റ് റിമെയിൻസ് അൺസെർവ്ഡ്. അതായത്
ഓൺ എനി ഒക്കേഷൻ ഓഫ് ദ ആബ്സെൻസ്, അയാൾ ഇല്ലാത്ത സമയത്ത് എമൗണ്ട് ഓഫ് പ്ലേയിങ് ടൈം ഫോർ വിച്ച് ദ പ്ലെയർ ഈസ് ഓഫ് ദ ഫീൽഡ് ഷാൽ ബി ആഡഡ് ടു എനി പെനാൽറ്റി ടൈം ദാറ്റ് റിമെയിൻസ് അൺസർവ്ഡ്. അപ്പോൾ ഇനി പിന്നെയും ഇടയിൽ പിന്നെയും ബ്രേക്ക് എടുത്ത് പിന്നെയും പോയി കഴിഞ്ഞാൽ അതും മറ്റേ ഉള്ള പെനാൽറ്റി ടൈമിലൂടെ അടപ്പാവും. അതാണ് പറഞ്ഞത്. ഇഫ് ദർ ഈസ് എൻ അൺഷെഡ്യൂൾഡ് ബ്രേക്ക് ഇൻ പ്ലേ ദ സ്റ്റോപ്പേജ് ടൈം ഷാൽ കൗണ്ട് ആസ് പെനാൽറ്റി ടൈം. ഇപ്പോൾ പെട്ടെന്ന് മഴ എന്തെങ്കിലുമൊക്കെ ഇടയിൽ വന്നു, അപ്പോഴത്തേക്കും ആ ടൈമും ഈ പെനാൽറ്റി ടൈമായിട്ട് ആഡ് ചെയ്യും. പ്രൊവൈഡഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ, പക്ഷേ എന്ത് ചെയ്യണം? ദ ഫീൽഡർ ഹു വാസ് ഓൺ ദ ഫീൽഡ് ഓഫ് പ്ലേ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ ബ്രേക്ക് ഐദർ ടേക്സ് ദ ഫീൽഡ് ഓൺ ദ റെസപ്ഷൻ ഓഫ് ദ പ്ലേ or his of the play or his side is now batting. അപ്പോൾ ദ ഫീൽഡർ ഹു വാസ് ഓൺ ദ ഫീൽഡ് ഓഫ് പ്ലേ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ ബ്രേക്ക്, ഈ ബ്രേക്ക് തുടങ്ങുന്ന ടൈമിൽ അയാൾ തിരിച്ച് എത്തിയിട്ടുണ്ടാവണം. ടേക്സ് ദ ഫീൽഡ് ഓഫ് ദ പ്ലേ ഓൺ ദ റിസപ്ഷൻ ഓഫ് ദ പ്ലേ. അതായത് ഈ ബ്രേക്ക് തുടങ്ങിയപ്പോഴുള്ള ബ്രേക്ക് തീരുമ്പോഴത്തേക്ക് അയാൾ തിരിച്ചെത്തിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ അയാളുടെ ബാറ്റിംഗ് ആണെങ്കിൽ പിന്നെ പോട്ടെ, അതൊന്നും ചെയ്യാൻ പറ്റില്ല. അയാളിപ്പോൾ ബോളിംഗ് ആണ്, മഴ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ അയാൾ തിരിച്ച് ഫീൽഡ് എടുത്തോളാം. ദ ഫീൽഡർ ഹു ഹാസ് ഓൾറെഡി ഓഫ് ദ ഫീൽഡ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ ബ്രേക്ക് notifies an umpire in person as soon as she is able to participate and either takes the field on resumption of the play or his her side is now batting. അപ്പോൾ അല്ലെങ്കിൽ അമ്പയറിൻ്റെ അടുത്ത് ഇടയ്ക്ക് നോട്ടിഫൈ ചെയ്യണം. അതായത് മഴ പെയ്യുന്ന പറയും, സാർ ഞാൻ ഫീൽഡ് എടുക്കാൻ പോവുകയായിരുന്നു, അപ്പോഴാണ് മഴ പെയ്ത് എന്നുള്ള ഒരു കാര്യം നോട്ടിഫൈ ചെയ്യുക. അപ്പോഴത്തേക്ക് അത് കൗണ്ടാവും, എന്തായാലും മറ്റേ നമ്മുടെ പെനാൽറ്റി ടൈമായിട്ട് കൗണ്ടാവും. അല്ലെങ്കിൽ പിന്നെ കളി തുടങ്ങുമ്പോൾ കളി തുടങ്ങുന്ന ടൈമിൽ അയാൾ ഫീൽഡ് എടുത്തിരിക്കണം. അപ്പോൾ മറ്റേ ആ ബ്രേക്കായ ടൈമും ഇതും പിന്നെ അയാളുടെ ടൈമും നിൽക്കാൻ പോകുന്ന ടൈമും എല്ലാം കൂടി കൗണ്ടാക്കിയിട്ട് അങ്ങനെ സെറ്റാവും. അല്ലെങ്കിൽ പിന്നെ അയാളുടെ ബാറ്റിംഗ് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പോകും. സ്റ്റോപ്പേജ് ടൈം ബിഫോർ ആൻ അമ്പയർ ഹാസ് ബീൻ സോ നോട്ടിഫൈഡ് ഷാൽ നോട്ട് കൗണ്ട് ടുവേർഡ്സ് ദ ആൻസേർഡ് പെനാൽറ്റി ടൈം. അപ്പോൾ സ്റ്റോപ്പേജ് ടൈമിൻ്റെ ആ ടൈം മുമ്പായിട്ട് ഇയാളുടെ ഒന്നും പറയണം, അമ്പയറിൻ്റെ അടുത്ത് പറയണം. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മൾ ഫീൽഡിന് പുറത്ത് പോയി എന്തോ സ്റ്റോപ്പേജ് വന്നു, നമ്മൾ അമ്പയറിൻ്റെ അടുത്ത് പോയി പറയുക, ഞാൻ ഫീൽഡിന് റെഡി ആയിട്ടോ എന്ന് പറയാം. അതിനുശേഷം ഫീൽഡിങ് തുടങ്ങുമ്പോഴത്തേക്ക് അയാൾ ആ ഫീൽഡ് എടുക്കുകയും ചെയ്യണം. അപ്പോഴത്തേക്ക് ഇപ്പോൾ 20 മിനിറ്റ് ബ്രേക്കായി പോയി മഴ കാരണം, എന്നിട്ട് അയാൾ ഇറങ്ങുമ്പോഴത്തേക്കും ആ 20 മിനിറ്റ് അയാളുടെ പെനാൽറ്റി ടൈമിൽ കൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ അടുത്ത് പറയുന്നത്. ഇനി അൺസേർഡ് പെനാൽറ്റി ടൈം ഷാൽ ബി carried forward into the next and subsequent days and the innings of the match. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കഥയാണ്. ഫസ്റ്റ് ഇന്നിങ്സിൽ അയാൾക്ക് ഫീൽഡ് ചെയ്ത് അല്ല പെനാൽറ്റി ടൈം അയാൾക്ക് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അടുത്ത ഇന്നിങ്സിൽ അയാൾ ഫീൽഡ് ചെയ്യുമ്പോൾ അതിൽ ആഡായിട്ട് വരും. സബ്സിക്വൻറ്റ് ഡേയ്സിലുള്ള അല്ലെങ്കിൽ ഇന്നിങ്സിലുള്ളതിലേക്ക് ആഡായിട്ട് വരും. If a level 3 offence under 42.2 is committed by the fielder, the period of time spent of the അതായത് ലെവൽ 3 ഒഫൻസ് എന്നൊക്കെ എന്താണെന്ന് വിശദമായിട്ട് 42 ലോയിൽ വരും. അപ്പോൾ അങ്ങനെ ആ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ the period of time spent off the field of the play as a result of the suspension shall not be added to any unserved penalty time. അപ്പോൾ ആ ഒഫൻസ് പ്രകാരം അയാൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഈ ഇത് അൺസർവ്ഡ് പെനാൽറ്റി ടൈമിലേക്ക് ആഡ് ആവില്ല. if he or she takes the field at the end of the period of suspension, അത് കഴിഞ്ഞ് ഇതിൽ ആഡ് ചെയ്താൽ മറ്റേ പെനാൽറ്റി ടൈമായിട്ട് കിട്ടില്ല, അത് വേറെ എടുക്കേണ്ടി വരും. ഇഫ് എ ലെവൽ 3 ഒഫൻസ് അണ്ടർ 42.2 ഈസ് കമ്മിറ്റഡ് ബൈ ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോളോയിങ് ഷാൽ അപ്ലൈ. അപ്പോൾ എന്താണ് അപ്ലൈ ചെയ്യണമെന്ന് പറയാം. ദ പീരിയഡ് ഓഫ് ടൈം സ്പെൻഡ് ഓഫ് ദ ഫീൽഡ് as a result of suspension shall not be added to any penalty time that remains unserved if the nominated player takes the field at the end of the period of suspension. അപ്പം അതിൻ്റെ സസ്പെൻഷൻ വേറെ കഥയാണ്, അത് ഈ പെനാൽറ്റി ടൈമായിട്ട് ആഡ് ആവില്ല. ഹവർ അറ്റ് എനി ടൈം സ്പെൻഡ് ഓഫ് ദ ഫീൽഡ് പ്രിയർ ടു ദ ഒഫൻസ് കോസിങ് ദ സസ്പെൻഷൻ വിൽ റിമെയിൻ ആസ് അൺസർവ്ഡ് പെനാൽറ്റി ടൈം. അതായത് ആ ഒരു ഒഫൻസ് ഇപ്പോൾ ബോൾ ടാമ്പറിംഗ് ആണെന്ന് വിചാരിക്കുക. ആ ബോൾ ടാമ്പറിങ്ങിൻ്റെ എന്താണെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് അതിൽ പറയും. അപ്പോൾ അത് പ്രകാരം അയാളെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാൾ അതിന് മുമ്പ് ഒരു ബ്രേക്ക് എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അരമണിക്കൂർ സെർവ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ സപ്പോസ് അയാൾ ഒരു 15 മിനിറ്റ് സെർവ് ചെയ്തിട്ടാണ് ഈ പരിപാടി കാണിച്ചത്. അപ്പോൾ അയാളെ സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് പിന്നെ അയാൾ ഫീൽഡ് തിരിച്ചെടുക്കുമ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ 15 മിനിറ്റും കൂടി സെർവ് ചെയ്താലേ അയാൾക്ക് ബോൾ ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അൺസേർഡ് പെനാൽറ്റി ടൈമായിട്ട് തന്നെ നിൽക്കുന്നതാണ് പറയുന്നത്. If the nominated player does not take the field at the end of the period of suspension, then the entire period of his or absence will be treated as penalty time up to maximum of 90 minutes. അപ്പോൾ ഈ ഒഫൻസിന് ശേഷം അയാളുടെ
സസ്പെൻഷൻ ചെയ്തിട്ട് അയാൾക്ക് തിരിച്ച് എടുത്തിട്ടില്ലെങ്കിൽ അയാളുടെ പെനാൽറ്റി ടൈം എന്തായാലും 90 മിനിറ്റ്, മാക്സിമം 90 മിനിറ്റ് വരെയൊക്കെ ഉണ്ട് നിൽക്കാം എന്നുള്ള കേസാണ് ഈ പറയുന്നത്. ഫീൽഡ് വിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും മാക്സിമം ഒരു 2 മണിക്കൂറോ അത് കൂടുതലായാലും ഒരു 90 മിനിറ്റ് എന്തായാലും നിൽക്കേണ്ടി വരും. ശരിക്കും എത്ര ടൈം പോകുന്നു അത്ര ടൈം നമ്മൾ വന്ന് പെനാൽറ്റി സെർവ് ചെയ്യണമെന്നാണ് പറയുന്നത്. പെനാൽറ്റി ടൈം നോട്ട് ഇൻക്ലൂഡ് നോമിനേറ്റ് പ്ലേയേഴ്സ് ആബ്സെൻസ് വിൽ നോട്ട് ഇൻക്ലൂഡ് പെനാൽറ്റി ഇഫ് ഇത് പെനാൽറ്റി ടൈം കൊടുക്കാത്തപ്പോഴാണ് ഇഫ് ഷീ ഹാസ് സഫർഡ് ആൻ എക്സ്റ്റേണൽ ബ്ലോ ഡ്യൂറിങ് ദ മാച്ചിനിടയിൽ വല്ല ബോൾ കൊണ്ടു ആൻഡ് ആസ് എ റിസൾട്ട് ഹാസ് ജസ്റ്റിഫയബിളി ലെഫ്റ്റ് ദ ഫീൽഡ് ഓർ ഈസ് അൺഎബിൾ ടു ടേക്ക് ദ ഫീൽഡ്. എന്നിട്ട് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ട് അയാൾ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന എക്സ്റ്റേണൽ ബ്ലോ കാരണം ഇഞ്ചുറി പറ്റിയിട്ട് പോവുകയാണെങ്കിലൊന്നും അത് പെനൽറ്റി ടൈം പോവില്ല. ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ അമ്പയർസ് ദ പ്ലെയർ ഹാസ് ബീൻ ആബ്സെൻറ്റ് ഓർ ഹാസ് ലെഫ്റ്റ് ദ ഫീൽഡ് ഓഫ് for other wholly acceptable which reason which shall not include illness or internal injury. ഇൽനെസ് ഇൻറ്റേർണൽ ഇഞ്ചുറി അകത്തുള്ള ഇഞ്ചുറി ഒന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കേസുകളല്ലാതെ ഹോളി ആക്സെപ്റ്റബിൾ റീസൺ ആയിട്ടുള്ള ഇപ്പോൾ രവീന്ദ്ര അശ്വിൻ്റെ ആരോ മരിച്ചു, ആ ടൈമിൽ പുള്ളി പോയിട്ട് തിരിച്ചു വന്ന്, അതൊക്കെ ഹോളി അക്സെപ്റ്റബിൾ റീസണാണ്. പുള്ളി തിരിച്ചിട്ട് വന്നിട്ട് പെനാൽറ്റി ടൈമൊന്നും സർവ് ചെയ്തില്ല, പുള്ളി ബോൾ ചെയ്തു. അപ്പോൾ ആ ഒരു കേസ്, അങ്ങനത്തെ കേസുകളാണ് ഈ ഹോളി അക്സെപ്റ്റബിൾ റീസൺ എന്ന് പറഞ്ഞത്. Player returning without permission. If the player comes onto the field of play in contravention of 24.2.2 and comes into contact with the ball while it is in play, the ball shall be immediately become dead. അയാൾ പറയാതെ ഏതെങ്കിലും ഒരു ഫീൽഡർ പുറത്തേക്ക് പോയി, എന്നിട്ട് അയാൾ പറയാതെ വന്ന് കയറണം, അമ്പയറിനോട് പറയാതെ വന്ന് കയറിയിട്ട് ബോൾ ഇങ്ങനെ വന്ന് ഫീൽഡ് ചെയ്യുമ്പോഴാണ് പിടിച്ചതെന്ന് വെച്ചാൽ ബോൾ ഉടനെ ഡെഡ് വിളിക്കും. എന്നിട്ട് ആ ബോൾ നോ ബോളാക്കും. അല്ല, നോ ബോൾ വൈഡ് ആണെങ്കിൽ അതിന് നോ ബോളായിട്ട് വിളിക്കും. എന്നിട്ട് 5 റൺ പെനാൽറ്റി ബാറ്റിംഗ് സൈഡിന് കൊടുക്കും. പെനാൽറ്റി റൺസ് 5 റൺ എക്സ്ട്രാ വെറുതെ കിട്ടുകയും ചെയ്യും. പിന്നെ റൺസ് കംപ്ലീറ്റഡ് ബൈ ദ ബാറ്റേഴ്സ് ഷാൽ ബി സ്കോർ ടുഗദർ വിത്ത് ദ റൺ ഇൻ പ്രോഗ്രസ് ഇഫ് ദേ ഹാഡ് ഓൾറെഡി ക്രോസ്ഡ് അറ്റ് ദ ഇൻസ്റ്റൻറ്റ് ഓഫ് ദ ഒഫൻസ്. അപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് ഒരു ഫീൽഡർ പറയാതെ കയറി വന്നു, അപ്പോൾ അയാൾ സപ്പോസ് ലോങ് ഓഫിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഡ്രൈവ് ചെയ്ത് അയാൾ ഫീൽഡ് ചെയ്യുന്ന ടൈമിനുള്ളിൽ 2 റൺ ഓടി. അയാൾ ഫീൽഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അമ്പയർ പെട്ടെന്ന് കണ്ടു ഇയാൾ പറയാണ്ട് കയറിയതാണ്. വേഗം ബോൾ ഡെഡ് വിളിക്കും. ആ 2 റൺ, രണ്ടാമത്തെ റൺ ഇപ്പോൾ അയാൾ ഓടി കയറാൻ പോകണമെങ്കിൽ ആ 2 റൺ കിട്ടും. പിന്നെ 5 റൺ പെനാൽറ്റിയും കിട്ടും. പിന്നെ ആ ബോൾ കൗണ്ട് ചെയ്യൂല. ദ ബോൾ ഷാൽ നോട്ട് കൗണ്ട് ആസ് വൺ ഓഫ് ദി ഓവർ. അമ്പയർ ഷാൽ ഇൻഫോം ദ അതർ അമ്പയർ ക്യാപ്റ്റൻ ഓഫ് ദ ഫീൽഡിംഗ് ആൻഡ് ബാറ്റേഴ്സ് ആസ് സൂൺ ആസ് പ്രാക്ടിക്കൽ ദ ക്യാപ്റ്റൻ ഓഫ് ബാറ്റിംഗ് സൈഡ് ഓഫ് ദ റീസൺ ഫോർ ദിസ് ആക്ഷൻ. അപ്പോൾ 2 ക്യാപ്റ്റന്മാരെ, ഫീൽഡിംഗ് സൈഡ് ബാറ്റിംഗ് സൈഡ് ക്യാപ്റ്റന്മാരെയും പിന്നെ ബാറ്റേഴ്സിനെയും പിന്നെ അതർ അമ്പയറിനെ അറിയിക്കും എന്തുകൊണ്ടാണ് ഈ ഡിസിഷൻ എടുത്തതെന്നുള്ളത്. The umpires together shall report the occurrence as soon as possible after the match to the executive of the offending side and to the governing body responsible for the match. അപ്പോൾ ഈ കാര്യം ഈ മാച്ചിന് ശേഷം എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള കാര്യം ഈ ഫീൽഡിംഗ് സൈഡിൻ്റെ എക്സിക്യൂട്ടീവിനെ അറിയിക്കണം, അവരുടെ ഒഫീഷ്യൽസിനെ അറിയിക്കണം. ഒഫൻഡിങ് സൈഡാണല്ലോ, അവരെ അറിയിക്കണം. അവിടുത്തെ ഗവർണിംഗ് ബോഡി ഏതാണോ, BCCI ആണോ, ഏത് ക്രിക്കറ്റ് അസോസിയേഷനാണോ, അവരെ അറിയിക്കണം. ഷാൽ ടേക്ക് സച്ച് ആക്ഷൻ ആസ് ഈസ് കൺസിഡർഡ് അപ്രോപ്രിയേറ്റ് അഗൈൻസ്റ്റ് ദ ക്യാപ്റ്റൻ. അപ്പോൾ ക്യാപ്റ്റൻ എനി അതർ ഇൻഡിവിജ്വൽസ് കൺസേൺഡ് ആൻഡ് ഇഫ് അപ്രോപ്രിയേറ്റ് ദ ടീമിനോ ക്യാപ്റ്റനെതിരെയോ അല്ലെങ്കിൽ ഏതാ വ്യക്തിക്കെതിരെയോ വേണ്ട നടപടി എടുക്കാനുള്ള കാര്യങ്ങൾക്കായിട്ട് അമ്പയർ അവിടുത്തെ ഗവർണിംഗ് ബോഡിയും പിന്നെ ഒഫൻഡിങ് ടീമിൻ്റെ എക്സിക്യൂട്ടീവ്സിനെ അറിയിക്കണം. അപ്പോൾ അതാണ് ലോ നമ്പർ 24, ഫീൽഡർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കേസ്.